ഹായ് നമസ്കാരം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിബിഎച്ച് ഹോം. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഗ്രീൻ ഡ്രിങ്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന്, അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാവുന്ന നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉള്ളൊരു ഡ്രിങ്കാണ്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് എൻ്റെ വലിയൊരു സപ്പോർട്ട്. ഡ്രിങ്ക്സ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിരിക്കുന്ന കുക്കുംബർ കഴുകി തൊലിയൊന്നും കളയാതെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ആപ്പിളാണ്. ഒരു ഗ്രീൻ ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ആപ്പിൾ ഇപ്പോൾ ഞാൻ തൊലി കളഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കളയാതെയും ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മുന്തിരിങ്ങയാണ്. ഒരു 20 മുതൽ 25 മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. അത് അല്പം പുളി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പുളിയുള്ള മുന്തിരിങ്ങ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അല്പം മധുരമുള്ള മുന്തിരിങ്ങ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് കുറച്ച് പുതിനയില, 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തതും, ഒരു 200 ml വെള്ളം വരും. വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിൽ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ഇത് നമ്മൾ അരച്ചെടുത്ത് ഇതുപോലെ തന്നെ അരിക്കാതെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു സ്മൂത്തി ആയിട്ട് യൂസ് ചെയ്യാം. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് അരിച്ച് എടുത്ത് അതിൻ്റെ ആ നാരുകളൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഡ്രിങ്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ മധുരത്തിന് പഞ്ചസാരയോ തേനോ ഒന്നും ഉപയോഗിക്കുന്നില്ല. നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. ആ ആപ്പിളിൻ്റെയും ഗ്രേപ്സിൻ്റെയും മധുരം മതിയാവും. ഈ ഒരളവിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് 2 പേർക്കൊക്കെ ഇത് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഐസ് ക്യൂബ്സ് ഇട്ടിട്ടില്ല. തണുപ്പിന് നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ 3-4 ഐസ് ക്യൂബ്സ് ഇട്ട് കഴിഞ്ഞ് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നല്ല നല്ല വിഭവങ്ങളുമായിട്ട് കാണുന്നിടം വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.